ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ചെറിയ ഒരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതുപോലും അറിയാത്ത ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോങ്സ് എടുക്കുക എന്നുള്ളതല്ല, എടുത്ത സോങ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലിപ്പ് സിങ്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് ചിലരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് വീഡിയോസിലാവുമ്പോൾ പലരും പാട്ട് അറിയാത്തവരാണ് പാട്ട് പാടുക. അപ്പൊ ആ ഒരു ചിത്രയൊക്കെ പാടുമ്പോൾ ചിത്രേച്ചിയുടെ അതേ ലിപ്പ് സിങ്ക് ആക്കിയിട്ട് പലരും പാടാറുണ്ട്. അല്ലെങ്കിൽ ദാസേട്ടൻ പാടുമ്പോൾ എന്നെ പോലെയുള്ള പാട്ട് അറിയാത്ത ആളുകളൊക്കെ ഇങ്ങനെ പാടാറുണ്ട്. ആ പാട്ടിനനുസരിച്ച് ലിപ്പ് സിങ്ക് ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പാട്ടിന്റെ ആദ്യ വരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് ഇടുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പൊ പലപ്പോഴും പഴയ പാട്ടിന്റെയൊക്കെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ കുറെ സിനിമകളുടെയൊക്കെ പല്ലവി കൂടാതെ അനുപല്ലവിയൊക്കെ ആയിരിക്കും, അനുപല്ലവിയോ ചരണമോ ഒക്കെ ആയിരിക്കും ഇപ്പോ അത് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ആ ലൈനായിരിക്കും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ പലരും സോങ്സ് ചെക്ക് ചെയ്യുമ്പോൾ ആ സോങ്സിന്റെ ആദ്യ ലൈന് മാത്രമായിരിക്കും കിട്ടുക. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുന്ന സോങ്സ് 1 മിനിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. 1 മിനിറ്റ് മുഴുവനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ സോങ്സ് എടുത്ത് നോക്കിയാൽ യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ലൈബ്രറിയിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മുകളിൽ ആഡ് സോങ്സ് എന്ന് കാണാമല്ലോ. അവിടെ 1 മിനിറ്റിന് മുഴുവൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആ സോങ്സിന്റെ മുകളിൽ ഞെക്കിയാൽ ആ സോങ്സ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അതിങ്ങനെ കൈകൊണ്ട് നീക്കി സെലക്ട് ചെയ്യാനും പറ്റും. അതാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ തികച്ചും പുതിയ ആളുകൾക്കും അറിയാത്തവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. വീഡിയോസിൽ എങ്ങനെയാണ് നമ്മുടെ വോയിസ്, അതായത് നമ്മുടെ ഒരു സോങ്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ലിപ്പ് സിങ്ക് ചെയ്യുന്നുള്ളതാണ് കൂടെയാണ് ഈ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എടുത്തതിന് ശേഷം സോങ്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സോങ്സ് എടുക്കുക. സോങ്സ് എടുത്തതിന് ശേഷം ഈ സോങ്സ് എടുക്കുക. ഓക്കെ, സോങ്സ് എടുക്കുക. എന്നിട്ട് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഡൺ എന്നുള്ള ബട്ടൺ അമർത്തുക. ഡൺ എന്നുള്ള ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെ കാണാൻ പറ്റും, പ്രോസസ്സിങ് ആയിക്കോളും. പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ബട്ടൺ അമർത്തുക. ഇതിൽ ഒറിജിനൽ പാട്ട് കയറ്റിയിട്ടുണ്ട്, ഞാനത് ഒഴിവാക്ക് അതില്ല. ഇനി നമ്മൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാണുന്നില്ല ഇങ്ങനെ മുകളിൽ ആഡ് സോങ്സ് എന്ന് കാണാം. ഈ ആഡ് സോങ്സ് എന്നുള്ളത് എടുത്തിപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഏതാണ്, അകമേൻ ഭൂതി അവളാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു, കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യുക, ആ പാട്ടൊന്ന് കേട്ട് നോക്കാം, ആ പാട്ട് തന്നെയാണോ ഈ പാട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആ പാട്ട് അവിടെ സെലക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ലിപ്പ് സിങ്ക് അല്ല, കറക്റ്റ് അല്ല. അപ്പൊ നമുക്കത് ശരിയാക്കാനാണ് മുകളിലും അടിയിലും ഓരോരോ ബാറ് തന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ അടിയിൽ ശരിക്കും റെഡ് ലൈൻ പോകുന്നത് കറക്റ്റ് നമ്മൾ നോക്കി വെച്ചിട്ട് അത് ഇങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പൊ മുകളിലുള്ള സമയം നമുക്ക് കാണാം. ആ സമയം നോട്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ മുകളിലുള്ള സമയം കറക്റ്റാക്കി വെച്ചാലും മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അടിയിലുള്ള ബാർ. ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ മുകളിലുള്ള ഇത് ഞെക്കിയാൽ മതി. നിങ്ങൾക്ക് മുകളിലുള്ള ആ ഒരു സംഭവം ഞെക്കിയാൽ ആ മുകളിൽ പാട്ടിൻ്റെ മുകളിൽ ഞെക്കി ഇങ്ങനെ ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് സിങ്ക് കറക്റ്റായിട്ട് ലിപ്പ് സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതിപ്പോൾ ഏകദേശം പിടിച്ച് വെച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഒരു 44 മുതൽ 43 കൊടുത്താൽ ശരിയാവും ചിലപ്പോൾ. ഏകദേശം കറക്റ്റായി അതല്ലേ, ഇതാണ് നമ്മൾ കറക്റ്റ് ഈ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം നമ്മൾ മൈനോട്ടായിട്ട് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവട്ടെ. അപ്പോൾ നമുക്ക് ലിപ്പ് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ചെയ്യൽ കേട്ടോ. അപ്പോൾ അത് മുകളിലുള്ള അടിയിലുള്ള ബാറ് സെറ്റ് ചെയ്യലാണ് കറക്റ്റ്. നമുക്ക് ആ ഒരു 44, 43, 42 എന്നൊക്കെ നമ്പർ കറക്റ്റാക്കി വെച്ചാൽ കറക്റ്റായിട്ട് ലിപ്പ് സിങ്ക് ആവും. ഈ ഒരു പാട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ.
ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്കൊരു വീഡിയോക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്, എന്നാലും സാരമില്ല, കാരണം ഞാൻ ഒറിജിനൽ സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും സാരമില്ല, നമുക്ക് അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് ഒറിജിനൽ സോങ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ അത് മെയിൻ വീഡിയോസിലാണ് ഈ ഷോർട്ട് വീഡിയോസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണത്താൽ കോപ്പിറൈറ്റ് വരും. സാരമില്ല, നിങ്ങളിതുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് കേട്ടോ. കോപ്പിറൈറ്റ് ഒന്നുമല്ല വിഷയം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്ന പോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ നിങ്ങൾക്ക് ആ ഒരു പേനയുടെ ചിഹ്നം ഞെക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ എഴുതിയിടുക. തമ്പനയിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അതിനുശേഷം അതിന് കളേഴ്സൊക്കെ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ഇതാണ് കൊടുത്തിട്ടുള്ളത്, അത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ അടിയിൽ ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് അങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം ഓക്കെ ആയതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണോ വീഡിയോസിൽ ചെയ്യുന്നത് നോർമലി അത്തരം കാര്യങ്ങളൊക്കെ ക്യാപ്ഷനും കാര്യങ്ങളും എല്ലാം ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരു ഓപ്ഷനും ഒഴിവാക്കരുത് കേട്ടോ. എന്നിട്ട് വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കിയുള്ള അൺലിസ്റ്റഡ് ആക്കി വെച്ച് വൈറ്റി സ്റ്റുഡിയോയിൽ പോയി അപ്ലോഡ് ചെയ്തതിന് ശേഷം വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഫിൽറ്ററിൻ്റെ ഒരു ഓപ്ഷനും കൂടെ ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് ഫിൽറ്ററൊക്കെ എങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആ ഒരു ലിപ്പ് എങ്ങനെ സിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവർ എൻ്റെ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കാണുക. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോസ് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കണ്ടന്റ് ആണ്. ഇന്നത്തെ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ വിഷയവും ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളത്. ഓൾറെഡി ഞാനൊരു വീഡിയോസ് അതിനു വേണ്ടി എടുത്തതായിരുന്നു. അപ്പൊ എന്നാൽ പിന്നെ അത് യൂട്യൂബ് ചാനലിലും ഇട്ട് കളയാം എന്നുള്ള നിലക്കും കൂടിയാണ് ഞാൻ ഇത് ഇടുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നൊക്കെ 2ാമത്തെ ദിവസമാണ്. ആർക്കെങ്കിലും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും ചേരാം. കാരണം അധികം ദിവസം മുന്നോട്ട് പോയിട്ടില്ല. നമ്മളൊരു 5, 6, 10 ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആദ്യം മുതൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പുതിയ ഒരു ഇത് 27th 28th നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഒരു ചെറിയ പെയ്ഡ് സർവീസ് ആണ്. അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ലൊരു കിടിലൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.